ലോകശ്രദ്ധയെ ആകർഷിച്ച ഇതിഹാസകൃതിയായ മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ആ കാലഘട്ടത്തിന്റെ പ്രസക്തിയെ അടയാളപ്പെടുത്തുന്നവർ തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങളും മഹാഭാരതത്തിൽ ചെലുത്തുന്ന പ്രാധാന്യം ചെറുതൊന്നുമല്ലാതിരുന്നിട്ട് കൂടി ഭഗവാൻ കൃഷ്ണനോളം അല്ലെങ്കിൽ അതിനും ഒരുപടി മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇനിയുമേറെ ചർച്ച ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് കർണൻ. പലരുടെയും മനസ്സിലൊരു ഹീറോ പരിവേഷമുള്ള വ്യക്തി. എന്നാൽ ഈ കഥ മുഴുവൻ കേട്ടുകൊണ്ട് നിങ്ങൾക്കും തീരുമാനിക്കാം കർണൻ ഈ കഥയിലെ ഹീറോ ആണോ അതോ വില്ലന്മാരുടെ കൂട്ടാളിയാണോ എന്ന്. സ്വാഗതം. ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ ആദ്യം ജനനം തൊട്ട് തുടങ്ങണമെന്നല്ലേ? എന്നാൽ കർണനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം കർണന്റെ അമ്മയായ കുന്തിയെപ്പറ്റി പറയാതെ നിർവാഹമില്ല. യാദവ രാജാവായ ശൂരസേനന്റെ മകളായിരുന്നു പ്രിത. ശൂരസേനന്റെ അടുത്ത ബന്ധുവായ രാജാവ് കുന്തിഭോജൻ തനിക്ക് മക്കളില്ലാത്തതിനാൽ പ്രിതയെ തന്റെ ദത്തുപുത്രിയായി ഏറ്റെടുത്തു വളർത്തി. കുന്തിഭോജന്റെ മകളായി വളർന്ന അവൾ പിന്നീട് പ്രിതയിൽ നിന്ന് കുന്തിയായി മാറി. കുന്തിഭോജന് പിന്നീട് പുത്രന്മാരുണ്ടായതായി പറയുന്നുണ്ടെങ്കിലും കുന്തി അദ്ദേഹത്തിന് സ്വന്തം മകൾ തന്നെയായിരുന്നു. സർവ്വ സ്വാതന്ത്ര്യങ്ങളോടും കൂടി സമർത്ഥയായി അവൾ കുന്തിഭോജന്റെ രാജധാനിയിൽ വളർന്നു വന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കുന്തിഭോജന്റെ രാജസദസ്സിൽ ദുർവാസ മഹർഷി എത്തി. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ദുർവാസാവിനെ പരിചരിക്കാൻ തോഴിമാരൊന്നും ഭയത്താൽ മുന്നോട്ട് വന്നില്ല. മഹർഷിയെ എങ്ങനെ പരിചരിക്കുമെന്ന് ഓർത്തു വലഞ്ഞ രാജാവിന് മുൻപിൽ സന്നദ്ധയായി കൗമാരക്കാരിയായ കുന്തി എത്തി. മഹർഷിയെ ഒട്ടും പേടിയില്ലാതെ എല്ലാം വേണ്ട വിധത്തിൽ കണ്ടറിഞ്ഞ് കുന്തി പരിപാലിച്ചു. കുന്തിയുടെ ആതിഥ്യ മര്യാദയിൽ ആകർഷനായ മുനി കുന്തിയുമായി പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. അവർ തമ്മിൽ ആത്മീയ കാര്യങ്ങൾ പോലും ചർച്ച ചെയ്തു. മടങ്ങാൻ നേരം ഉപകാരസ്മരണയെന്നോണം ഒരു വിശിഷ്ട മന്ത്രം അദ്ദേഹം കുന്തിയുടെ കാതുകളിൽ മന്ത്രിച്ചു. എന്താണ് ഈ മന്ത്രത്തിന്റെ പൊരുളെന്ന് ആരാഞ്ഞ കുന്തിയോടായി ഈ മന്ത്രം ഉപയോഗിച്ച് ഏത് ദേവനെ വേണമെങ്കിലും ഏത് നിമിഷത്തിൽ വേണമെങ്കിലും വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞുകൊടുത്തു. മന്ത്രത്തിന്റെ ഫലസിദ്ധിയെപ്പറ്റി ആശയക്കുഴപ്പത്തിലായ കുന്തി മന്ത്രം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ മട്ടുപ്പാവിലെത്തി. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി സ്മരിച്ചുകൊണ്ട് അവൾ ആ മന്ത്രം ചൊല്ലി. ഞൊടിയിട നേരം കൊണ്ട് സൂര്യദേവൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായി. സൂര്യദേവന്റെ പ്രഭയിൽ മയങ്ങിയ കുന്തിയെ ആലിംഗനം ചെയ്തു സൂര്യദേവൻ. നിമിഷാർദ്ധം കൊണ്ട് അപ്രത്യക്ഷനായി. ഏതോ മായാലോകത്തെത്തിപ്പെട്ട പ്രതീതിയായിരുന്നു കുന്തിക്ക്. സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയ കുന്തി കാണുന്നത് തന്റെ കയ്യിലിരിക്കുന്ന സൂര്യ തേജസ്സോടു കൂടിയ ഒരു ആൺകുട്ടിയെയായിരുന്നു. താനൊരു അമ്മയായി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുന്തിക്കായില്ല. ജന്മനാ കവചകുണ്ടലങ്ങളോടു കൂടിയ ആ ആൺകുട്ടിയെ തന്റെ മകനായി വളർത്തുക എന്നത് ചിന്താതീതമായിരുന്നു. അവിവാഹിതയായ തന്റെ അഭിമാനത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമെന്ന് അവൾ ഭയപ്പെട്ടു. കഠിനമായ ഹൃദയവേദനയോടെ കുട്ടിയെ ഉപേക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. ആരും അറിയുന്നതിനു മുന്നേ തന്റെ വിശ്വസ്ത തോഴിമാരുടെ സഹായത്തോടെ അവർ ആ കുട്ടിയെ ഒരു പെട്ടിയിൽ കിടത്തി പുഴയിൽ ഒഴുക്കിവിട്ടു. ഇവിടെ നിന്നാണ് കർണന്റെ കഥയുടെ തുടക്കം. രാജരക്തത്തിൽ സൂര്യാംശമായി പിറന്നു വീണിട്ടും ഉന്നതകുലജാതരാൽ അപമാനിക്കപ്പെടേണ്ടി വന്നവന്റെ കഥയാണിത്. ഹസ്തിനപുരിയിലെ പുഴക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന നിരാളിയായ അധിരഥൻ ഒഴുകി വരുന്ന പെട്ടി ശ്രദ്ധിച്ചു. അതിൽ നിന്നൊരു കുഞ്ഞിന്റെ കളിചിരികൾ ശ്രദ്ധയിൽപ്പെട്ട അധിരഥൻ പെട്ടിക്ക് നേരെ നീന്തിയെടുത്തു. കണ്ട മാത്രയിൽ തന്നെ കുട്ടികളില്ലാതിരുന്ന അധിരഥനും ഭാര്യ രാധയ്ക്കും തേജസ്വിയായ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവർ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനായി വളർത്താൻ തുടങ്ങി. അങ്ങനെ വളർത്തമ്മയായ രാധയുടെ മകനായ അവൻ രാധേയനെന്നും പുത്രനെന്നും കർണൻ അറിയപ്പെട്ടു. അന്നുകാലങ്ങളിൽ പിതാവിന്റെ ജോലി എന്താണോ അതുതന്നെയാവണം പുത്രന്മാരും പിന്തുടരേണ്ടത്. ആയതിനാൽ അധിരഥൻ കർണനെ രഥം തെളിക്കാൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ക്ഷത്രിയ രക്തം അലിഞ്ഞു ചേർന്ന കർണന് ആയോധന കലകൾ പഠിച്ച് യുദ്ധത്തിൽ ഏർപ്പെടാനായിരുന്നു താല്പര്യം. മകന്റെ ഈ താല്പര്യങ്ങൾ അധിരഥനെയും രാധയെയും വിഷമസന്ധിയിലാക്കി. അപ്പോഴാണ് ദ്രോണർ പാണ്ഡുപുത്രന്മാരെയും കൗരവരെയും ആയോധനമുറകൾ പഠിപ്പിക്കുന്നു എന്ന വാർത്ത കർണൻ അറിയാനിടയായത്. അങ്ങനെ കർണനും ദ്രോണരുടെ ശിക്ഷണത്തിൽ അടിസ്ഥാന വിദ്യകൾ അഭ്യസിക്കാൻ തുടങ്ങി. അർജുനൻ എന്ന ദ്രോണരുടെ പ്രിയ ശിഷ്യൻ അന്നേ കർണന്റെ വിരോധിയായിരുന്നു. എന്തെന്നാൽ അർജുനനോട് ഗുരുവിനൊരു പ്രത്യേക താല്പര്യമുള്ളതായി കർണൻ അന്നേ മനസ്സിലായിരുന്നു. അങ്ങനെയിരിക്കെ ദ്രോണർ അർജുനനും തന്റെ പുത്രനായ അശ്വത്ഥാമാവിനും മാത്രമായി ബ്രഹ്മാസ്ത്രവിദ്യ പറഞ്ഞുകൊടുത്തു. കർണനും ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. തന്നെയും പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ച കർണനോട് ഇത് ബ്രാഹ്മണരും ക്ഷത്രിയന്മാരുമൊക്കെ പഠിക്കുന്നതാണെന്നും ആ വിദ്യ സൂതപുത്രന്മാർക്ക് പകർന്നു കൊടുക്കാനാവില്ലെന്നും ദ്രോണർ തറപ്പിച്ചു പറഞ്ഞു. അത്യധികം വിഷമത്തോടെയും ദേഷ്യത്തോടെയും കർണൻ ദ്രോണരുടെ ഗുരുകുലം ഉപേക്ഷിച്ച് ബ്രഹ്മാസ്ത്രവിദ്യ പഠിപ്പിക്കാൻ ഒരു ഗുരുവിനെ തേടിയിറങ്ങി. അപ്പോഴാണ് ചിരഞ്ജീവിയായ പരശുരാമനെ പറ്റി കർണൻ അറിയുന്നത്. ദ്രോണരുടെയും ഭീഷ്മരുടെയും ഗുരുവായിരുന്നു പരശുരാമൻ. തന്റെ ഗുരുവിന്റെ ഗുരുവിൽ നിന്ന് തന്നെ ബ്രഹ്മാസ്ത്രവിദ്യ ഗ്രഹിക്കണമെന്ന് കർണന് തോന്നി. എന്നാൽ പരശുരാമനാവട്ടെ ക്ഷത്രിയർക്ക് ഒരിക്കലും വിദ്യ പകർന്നു നൽകില്ലെന്ന് ശപഥമെടുത്തിരുന്നു. ഒരു കാലത്ത് ക്ഷത്രിയരെ മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോട് നടന്ന ആളായിരുന്നു പരശുരാമൻ. പരശുരാമന്റെ പക്കലെത്തിയ കർണൻ താനൊരു ബ്രാഹ്മണനാണെന്ന് കളവ് പറഞ്ഞു. തന്റെ മുമ്പിൽ നിൽക്കുന്ന തേജസ്വിയായ കുമാരൻ ക്ഷത്രിയനാവാൻ പാടില്ല എന്ന വ്യവസ്ഥ മാത്രമേ പരശുരാമനുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ പരശുരാമനിൽ നിന്ന് ആയോധനകലകളും വിശിഷ്ടമായ ആയുധങ്ങളും കർണൻ നേടി. കൂടെ ബ്രഹ്മാസ്ത്രവിദ്യയും. പരശുരാമന്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി കർണൻ. അങ്ങനെയിരിക്കെ ഒരിക്കൽ പരശുരാമൻ കർണന്റെ മടിയിൽ തലവച്ച് ഉച്ചമയക്കത്തിലായിരുന്നു. അപ്പോൾ ഒരു വണ്ട് കർണന്റെ തുടയിൽ കടിക്കാൻ തുടങ്ങി. അസഹ്യമായ വേദനയിലും തന്റെ ഗുരുനാഥന്റെ നിദ്ര തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി കർണൻ തെല്ലിടാനങ്ങിയില്ല. കർണന്റെ തുടയിൽ നിന്നും രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. രക്തത്തിന്റെ നനവ് തട്ടിയപ്പോൾ പരശുരാമൻ എഴുന്നേറ്റു. തളം കിട്ടിയ രക്തം കണ്ട് പരശുരാമൻ ആശ്ചര്യപ്പെട്ടു. ഇതേ സമയം വണ്ട് ഒരു രാക്ഷസനായി മാറി പരശുരാമനെ വണങ്ങി അപ്രത്യക്ഷനായി. ശാപം കിട്ടി വണ്ടായി മാറിയ ഒരു രാക്ഷസനായിരുന്നു അത്. പരശുരാമൻ കർണനോടായി പറഞ്ഞു, നീ ഒരിക്കലും ഒരു ബ്രാഹ്മണനാവുകയില്ല. ഒരു ബ്രാഹ്മണന് ഒരിക്കലും ഇത്രയും വേദന സഹിക്കാൻ സാധിക്കില്ല. നീ തീർച്ചയായും ഒരു ക്ഷത്രിയനായിരിക്കും. നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? പറയൂ. ഗത്യന്തരമില്ലാതെ കർണന് താൻ ഒരു ബ്രാഹ്മണനല്ലെന്നും എന്നാൽ സൂതന്റെ പുത്രനാണെന്നും പറയേണ്ടതായി വന്നു. ഇത് കേട്ടതും പരശുരാമൻ കോപിതനായി. തന്നെ കബളിപ്പിച്ചാണ് കർണൻ ഈ വിദ്യയെല്ലാം നേടിയെടുത്തത്. പരശുരാമൻ കർണനെ ശപിച്ചു. എന്നോട് കള്ളം പറഞ്ഞ നിനക്ക് നീ പഠിച്ച വിദ്യകൾ എപ്പോഴാണോ നിനക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് അപ്പോൾ തന്നെ നീ മറന്നുപോകട്ടെ എന്ന്. ശാപവാക്കുകൾ കേട്ട കർണൻ ഗുരുവിന്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. ചെയ്ത തെറ്റിന് മാപ്പ് അപേക്ഷിച്ച് കർണൻ ദുഃഖിതനായി അവിടെ നിന്നും മടങ്ങി. ഹസ്തനപുരിയിൽ എത്തിയപ്പോഴാണ് അവിടെ ഒരു പ്രദർശന മത്സരം ഭീഷ്മർ സംഘടിപ്പിച്ചതായി അറിഞ്ഞത്. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പാണ്ഡവ കൗരവകുമാരന്മാരുടെ കഴിവുകൾ പ്രജകളെയും രാജകുടുംബാംഗങ്ങളുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമായിരുന്നു ആ പ്രദർശന മത്സരം. അവിടെ പ്രജകളും രാജകുടുംബാംഗങ്ങളുമെല്ലാം സന്നിഹിതരായിരുന്നു. ആ സദസ്സിൽ വച്ച് കുമാരന്മാർ ഓരോരുത്തരായി വന്ന് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കഴിവുകൾ കണ്ട ജനം കൈയടിക്കാൻ തുടങ്ങി. അർജുനന്റെ ഊഴമെത്തി. അർജുനന്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട ജനം കരഘോഷം മുഴക്കി. അർജുനന്റെ അസ്ത്രവിദ്യ കണ്ടവരെല്ലാം അതിശയിച്ച് മൂക്കത്ത് വിരൽ വെച്ചു. അർജുനനേക്കാൾ കേമൻ അസ്ത്രവിദ്യയിൽ ആരുമില്ലെന്ന് സദസ് ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ഇത് കേട്ടുകൊണ്ട് സദസ്സിലിരുന്ന കർണൻ പതിയെ രംഗത്തേക്ക് വന്നു. കർണൻ തന്റെ ഗുരുവിനെ ധ്യാനിച്ച് തന്റെ അസ്ത്രവിദ്യാ പാഠവും പുറത്തെടുത്തു. ആരാണീ കുമാരൻ എന്ന് എല്ലാവരും അതിശയിച്ചു പോയി. എല്ലാവരും കർണനെ പുകഴ്ത്താൻ തുടങ്ങി. ഇത് കേട്ട പാണ്ഡുപുത്രന്മാർ അസ്വസ്ഥരായി. അവർ കർണനുമായി പോരിടാൻ വന്നു. ഇത് കണ്ട കർണൻ അർജുനനെ മത്സരത്തിനായി വെല്ലുവിളിച്ചു. പെട്ടെന്ന് തന്നെ കൃപാചാര്യർ ഇടപെട്ടു. അദ്ദേഹം കർണനോടും കൂടിയിരിക്കുന്നവരോടുമായി അർജുനന്റെ കുലം, ജാതി, മാതൃപിതൃ പരമ്പരയെല്ലാം വിശദീകരിക്കുകയുണ്ടായി. എന്നിട്ട് കർണനോടായി നീ നിന്റെ കുലം ഏതെന്ന് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞ് ഗൂഢമായി ചിരിച്ചു. താനൊരു തേരാളിയായ അധിരഥന്റെ പുത്രനാണെന്നും കർണൻ വെളിപ്പെടുത്തി. ഇത് പറഞ്ഞതും പാണ്ഡുപുത്രന്മാർ കർണനെ സൂതപുത്രനെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ കൃപാചാര്യർ പറഞ്ഞു, രാജകുമാരന്മാർ അവർക്ക് ചേർന്നവരോടുകൂടി മാത്രമേ യുദ്ധത്തിലും ആയുധാഭ്യാസത്തിലും ഏർപ്പെടുകയുള്ളൂ. അതിനാൽ നിയമങ്ങൾ നിന്നോടുകൂടി മത്സരിക്കാൻ അർജുനനെ സമ്മതിക്കുകയില്ല. അപമാനം കൊണ്ട് തല താഴ്ത്തിയ കർണന് മുമ്പിൽ ദൈവദൂതനെ പോലെ അവതരിച്ചവനായിരുന്നു ദുര്യോധനൻ. പാണ്ഡുപുത്രന്മാരോടുള്ള ശത്രുത നിമിത്തം ദുര്യോധനൻ ഉടൻ തന്നെ കർണനെ തന്റെ മിത്രമായി അംഗീകരിക്കുകയും അംഗരാജ്യത്തിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ഇനി വേണമെങ്കിൽ അർജുനനും കർണനും യുദ്ധം ചെയ്തോട്ടെ എന്നായി ദുര്യോധന പക്ഷം. വീണ്ടും രംഗം വഷളാവുകയാണെന്ന് കണ്ട ഭീഷ്മർ ഇടപെട്ട് അഭ്യാസ പ്രകടനങ്ങൾ നിർത്തിവച്ചു. എന്നാൽ ഈ സംഭവം കർണന് ദുര്യോധനന് മേൽ തീരാത്ത കടപ്പാടുണ്ടാക്കി. തന്റെ ആത്മമിത്രമായി ദുര്യോധനനെ കർണൻ സ്വീകരിച്ചു. ദുര്യോധനന്റെ ശത്രുക്കളായ പാണ്ഡുപുത്രന്മാർ കർണന്റെയും ശത്രുക്കളായി. ഒരു വ്യക്തിയോടുള്ള കടപ്പാട് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രദർശന മത്സരം സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശശുദ്ധി രാജകുമാരന്മാരുടെ കഴിവ് പ്രദർശിപ്പിക്കലായിരുന്നുവെങ്കിലും പരിണിത ഫലം എന്നത് ഒന്ന്, കർണനും ദുര്യോധനനും തമ്മിലുണ്ടായ ഭേദിക്കാനാവാത്ത ആത്മബന്ധവും രണ്ടാമത്തേത് കർണനും അർജുനനും തമ്മിലുള്ള ആജന്മ ശത്രുതയുമായിരുന്നു. കർണനും ദുര്യോധനനും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പിന്നീടും മഹാഭാരതത്തിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് ദുര്യോധനന്റെ വിവാഹമാണ്. ദുര്യോധനൻ കലിംഗ രാജകുമാരിയായ ഭാനുമതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് സ്വയംവര പന്തലിലെത്തി. പക്ഷേ കുമാരി ദുര്യോധനന് വർണ്ണമാല്യം ചാർത്താതെ കടന്നുപോയി. നിർബന്ധപൂർവ്വം ദുര്യോധനൻ മരണമാല്യം ബലമായി അണിയിച്ചു. ഇത് കണ്ട് സദസ്സിൽ സന്നിഹിതരായ മറ്റു രാജാക്കന്മാർ ദുര്യോധനന് നേരെ വാളോങ്ങി. ആ സമയം ദുര്യോധനനെയും പത്നിയായ ഭാനുമതിയെയും അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്നത് കർണനാണ്. കർണന്റെ കുടുംബജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കർണൻ തന്റെ ബാല്യകാല സഖിയായ വൃഷാലിയെ വിവാഹം ചെയ്തുവെന്ന് കരുതപ്പെടുന്നു. ഇവരുടെ നാമം പത്മാവതിയാണെന്നും ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. എന്നാൽ കർണപത്നിയെപ്പറ്റിയൊന്നും വ്യാസ മഹാഭാരതത്തിൽ അധികമൊന്നും പറയുന്നില്ല. ദുര്യോധന പത്നിയായ ഭാനുമതിയുടെ തോഴി സുപ്രിയയെയും കർണൻ വിവാഹം ചെയ്തതായി ചില ഗ്രന്ഥങ്ങൾ പറയുന്നു. 9 പുത്രന്മാർ കർണൻ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു.
അവരുടെ പേരുകൾ വൃഷസേന, ചിത്രസേന, സത്യസേന, സുഷേന, ശത്രുഞ്ജയ, ദ്വിപദ, ബനസേന, പ്രസേന, വൃഷകേതു എന്നിങ്ങനെയായിരുന്നു. ഇതിൽ വൃഷസേനനെ അഭിമന്യുവിന്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാനായി യുദ്ധത്തിന്റെ 17-ാം ദിവസം അർജുനൻ വധിക്കുകയുണ്ടായി. ചിത്രസേനനെയും സത്യസേനനെയും സുഷേനെയും നകുലൻ യുദ്ധത്തിന്റെ 18-ാം ദിവസം വധിച്ചു. അങ്ങനെ കർണന്റെ 9 മക്കളിൽ 8 മക്കളും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരണപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. 9-ാമനായ വൃഷകേതു പ്രായപൂർത്തിയാവാത്തതിനാൽ അന്ന് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. യുദ്ധശേഷം കർണന്റെ വംശം നിലനിർത്തുന്നത് വൃഷകേതുവാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം കർണൻ തങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനാണെന്ന് തിരിച്ചറിയുന്ന പഞ്ചപാണ്ഡവരിൽ അർജുനൻ വൃഷകേതുവിനെ സ്വന്തം പുത്രനായി ഏറ്റെടുത്ത് വളർത്തുകയും അസ്ത്രവിദ്യകൾ പഠിപ്പിച്ച് മിടുക്കനായി തീർക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ വൃഷകേതുവിനെ അംഗരാജ്യത്തിന്റെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും അധിപനായി വാഴിക്കുകയും ചെയ്തു. കേവലം അസ്ത്രവിദ്യയിൽ മാത്രമായിരുന്നില്ല കർണൻ തന്റെ മികവ് കാട്ടിയിരുന്നത്. അത് പറയുന്ന മറ്റൊരു സന്ദർഭമാണ് കർണനും ജരാസന്ധനുമായുള്ള മല്ലയുദ്ധം. കർണൻ ഒരിക്കൽ ജരാസന്ധനുമായി വലിയൊരു മല്ലയുദ്ധത്തിൽ ഏർപ്പെടുകയും ജരാസന്ധനെ തോൽപ്പിച്ചു വധിക്കുവാൻ തുനിയുകയും ചെയ്തു. ഭയചകിതനായ ജരാസന്ധൻ കർണനോട് സൗഹൃദം സ്ഥാപിക്കുകയും മാലിനീപുരം എന്ന രാജ്യം സംഭാവനയായി നൽകുകയും ചെയ്തു. അങ്ങനെ കർണൻ ദുര്യോധനൻ നൽകിയ അംഗരാജ്യത്തിന്റെയും ജരാസന്ധൻ നൽകിയ മാലിനീപുരത്തിന്റെയും താൻ തന്നെ യുദ്ധം ചെയ്തു നേടിയ ചമ്പാപുരിയുടെയും അധിപനായി വാണു. കർണന് ദുര്യോധനനോടുള്ള കൂറ് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് യുദ്ധമാഗതമായ വേളയിൽ ഒരു ദിവസം സ്വന്തം മാതാവായ കുന്തിദേവി തന്നെ കർണന് മുമ്പിൽ നേരിട്ട് വന്നു. കർണൻ തന്റെ മകനാണെന്നും പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠനാണെന്നും അവർ വെളിപ്പെടുത്തി. അതിനാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും അല്ലെങ്കിൽ പാണ്ഡവപക്ഷത്ത് ചേരണമെന്നും കുന്തി അഭ്യർത്ഥിച്ചു. എന്നാൽ സുഹൃത്തായ ദുര്യോധനനെ കൈവിടാൻ തയ്യാറല്ലെന്നും മാതാവിന് വേണ്ടി അർജുനൻ ഒഴിച്ചുള്ള ആരെയും ബാക്കി 4 പാണ്ഡവരെയും താൻ വധിക്കില്ലെന്നും കർണൻ കുന്തിയെ അറിയിച്ചു. ഇതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും കർണനോട് സംഭാഷണങ്ങൾ നടത്തിയതായി മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതായത് യുദ്ധത്തിന് മുമ്പ് ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായി കൗരവ സദസ്സിലേക്ക് പോവുകയുണ്ടായി. അവിടെ വച്ച് അദ്ദേഹം കർണനെ കാണുന്നു. തൻ്റെ കൂടെ ഹസ്തിനപുരിയിലേക്ക് വരുവാനും കർണനെ താൻ രാജാവായി വാഴിക്കാമെന്നും പാണ്ഡവരും അഭിമന്യുവും ഇതറിഞ്ഞാൽ കർണന്റെ കാൽക്കൽ വീണ് വണങ്ങുമെന്നും ശ്രീകൃഷ്ണൻ കർണനോട് പറഞ്ഞു. എന്നാൽ തന്നെ ഇത്രയേറെ സഹായിച്ച തന്റെ പ്രിയ മിത്രമായ ദുര്യോധനനെ ആപത്ത് കാലത്ത് കൈവിടുന്നത് ശരിയല്ലെന്നും അത് കൊടിയ അധർമ്മമാണെന്നും കർണൻ വാദിച്ചു. കർണന്റെ ഏറ്റവും നല്ല ഗുണമായ ദാനത്തെ പറ്റിയും നിരവധി കഥകൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു കഥയാണ് ദേവേന്ദ്രനുമായിട്ടുള്ളത്. മഹാഭാരത യുദ്ധം ആസന്നമായ നാളുകളിൽ ഒരിക്കൽ ദേവേന്ദ്രൻ യുദ്ധത്തിൽ തന്റെ പുത്രനായ അർജുനന്റെ പ്രധാന എതിരാളി കർണനായിരിക്കുമെന്ന് മനസ്സിലാക്കി കർണനെ സമീപിച്ചു. കാരണം കർണന്റെ ശരീരത്തിൽ കവചകുണ്ഡലങ്ങൾ ഉള്ള കാലത്തോളം കർണനെ ആർക്കും വധിക്കുവാൻ സാധ്യമല്ല. അതിനാൽ ദാനശീലനായ കർണന്റെ കയ്യിൽ നിന്നും അതെങ്ങനെയെങ്കിലും ദാനമായി ചോദിച്ചു വാങ്ങണമെന്നായിരുന്നു ഇന്ദ്രന്റെ പദ്ധതി. എന്നാൽ ദേവേന്ദ്രന്റെ ഇപ്രകാരമുള്ള ചിന്ത ജ്ഞാനദൃഷ്ടിയാൽ അറിഞ്ഞ സൂര്യഭഗവാൻ ഒരു ദിവസം രാത്രിയിൽ കർണൻ ഉറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉപചാരപൂർവ്വം വന്നിച്ച കർണനോട് സൂര്യൻ അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം ധരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജനിച്ചപ്പോൾ കർണന്റെ ശരീരത്തിൽ താൻ അണിയിച്ച കവചകുണ്ഡലങ്ങൾ ഒരിക്കലും കൈവെടിയരുതെന്നും അവ ശരീരത്തിലുള്ള കാലത്തോളം ആർക്കും കർണനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും സൂര്യഭഗവാൻ അറിയിച്ചു. എന്നാൽ തനിക്കൊരിക്കലും തന്റെ ദാനവ്രതം തെറ്റിക്കാൻ സാധിക്കുകയില്ലെന്ന് കർണൻ പിതാവായ സൂര്യദേവനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കവചകുണ്ഡലങ്ങൾ ദാനമായി കൊടുക്കുമ്പോൾ പകരമായി ഇന്ദ്രന്റെ പക്കലുള്ള ഏകപുരുഷഘാതിനി എന്ന വേൽ ചോദിച്ചു വാങ്ങണമെന്നും അർജുനനല്ലാതെ മറ്റാരിലും അത് പ്രയോഗിക്കാൻ പാടില്ലെന്നും സൂര്യദേവൻ കർണനെ ഓർമ്മിപ്പിച്ചു. സൂര്യദേവൻ ഉണർത്തിച്ചതുപോലെ തന്നെ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷധാരിയായി കർണന്റെ മുമ്പിൽ വന്നു നിന്നു. തന്റെ പിതാവായ സൂര്യദേവൻ മുൻപേ തന്നെ സൂചന നൽകിയതിനാൽ മുന്നിൽ വന്നത് ബ്രാഹ്മണ വേഷധാരിയായ ഇന്ദ്രനാണെന്ന് കർണന് മനസ്സിലായി. എന്നിട്ടുകൂടി എന്താണ് അങ്ങേക്ക് വേണ്ടതെന്ന് കർണൻ വിനയപൂർവ്വം ബ്രാഹ്മണനോട് ആവശ്യപ്പെട്ടു. കർണന്റെ കവചകുണ്ഡലങ്ങളാണ് തനിക്ക് വേണ്ടതെന്ന് ഉണർത്തിച്ച ബ്രാഹ്മണനോടായി കർണൻ പറഞ്ഞു, ഈ കവചകുണ്ഡലങ്ങൾ എനിക്ക് ജന്മസിദ്ധമാണ്. എന്റെ പിതാവ് നൽകിയ ഇവയെ ത്യജിച്ചാൽ ഞാൻ മൃത്യുവിന് വശനായി പോകും. എന്നാൽ അങ്ങ് നൽകുന്ന വേലുണ്ടെങ്കിൽ എനിക്കൊരു ആജന്മ ശത്രു ഉണ്ട്. അവനെ വധിച്ച് ഞാൻ അകാല മൃത്യുവിൽ നിന്നും രക്ഷ നേടുന്നതാണ്. ഇത് കേട്ടതും ഇന്ദ്രൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വേലൊക്കെ ഞാൻ തരാം. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ആ ശത്രുവിനെ രക്ഷിക്കുന്നത് ലോകനാഥനായ ഭഗവാനാണ് എന്നത് നീ ഓർത്തുകൊള്ളൂ. കർണന് ഏകപുരുഷഘാതിനി എന്ന വേല് നൽകുകയും
പകരം കർണൻ വിലമതിക്കാനാവാത്ത തന്റെ കവചകുണ്ടലങ്ങൾ നൽകുവാൻ സന്നദ്ധനാവുകയും ചെയ്തു. അതിതീവ്രമായ വേദന വകവയ്ക്കാതെ ശരീരത്തിൽ നിന്നും കവചകുണ്ടലം മുറിച്ചു കൊടുക്കുന്ന കർണനെ കണ്ട് ഇന്ദ്രനും ദേവന്മാരും സിംഹനാദം മുഴക്കി. അതിധീരമായ ഈ പ്രവൃത്തി കണ്ട് ദേവന്മാരും ഋഷികളും വൈകർത്തനൻ എന്ന് കർണനെ ബഹുമാന പുരസ്സരം സംബോധന ചെയ്തു. വൈകർത്തനൻ എന്നാൽ ശരീരം മുറിച്ചവൻ എന്നർത്ഥം. അതോടെ വൈകർത്തന കർണൻ എന്ന പേരും കർണന് സിദ്ധിച്ചു. ദാനാനന്തരം നിനക്ക് എന്ത് വരം വേണമെന്ന് സന്തുഷ്ടനായ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ തനിക്ക് വടുക്കളില്ലാത്ത ശോഭയുള്ള ശരീരം വേണമെന്നാണ് കർണൻ പറഞ്ഞത്. ഇന്ദ്രൻ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് ഗൂഢമായ ഒരു ചിരിയോടെ മറഞ്ഞു. എന്നാൽ ഈ പ്രവൃത്തിയോടെ ഇന്ദ്രന്റെ സ്വാർത്ഥ താല്പര്യം ഫലിച്ചെങ്കിലും ഈ ഒരു സംഭവത്തോടുകൂടി കർണന്റെ യശസ് സർവ്വലോകങ്ങളിലും വ്യാപിക്കുകയാണ് ചെയ്തത്. കവചകുണ്ടലങ്ങൾക്ക് പകരമായി ഇന്ദ്രൻ കർണന് കൊടുത്ത ഏകപുരുഷ ഘാതിനി എന്ന വേൽ കർണനിൽ നിന്ന് നഷ്ടപ്പെടാനും ഒരു കഥയുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം ദിവസം ജയദ്രഥന്റെ മരണശേഷം സൂര്യാസ്തമയം കഴിഞ്ഞ് യുദ്ധം തുടർന്നപ്പോൾ ഘടോൽകചൻ രാത്രിയിൽ അവന്റെ ശക്തികൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചു. കാരണം അസുരന്മാർക്ക് പരിധിയില്ലാത്ത വലിയ ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഘടോൽകചൻ പൂർണ്ണശക്തിയോടെ കൗരവരെ ആക്രമിച്ചു. ഒടുവിൽ കർണനും ഘടോൽകചനും തമ്മിൽ യുദ്ധം നടന്നു. ഭീമാകാരനായ അസുരനെതിരെ തന്റെ ശ്രമങ്ങൾ നിഷ്ഫലമാകുന്നത് കണ്ടപ്പോൾ കർണൻ തന്റെ പ്രധാന ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഘടോൽകചനുമായി ഏറ്റുമുട്ടി. യാതൊരു വിധേനയും ഘടോൽകചനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കർണൻ തന്റെ അവസാന ആശ്രയമായ ഏകപുരുഷ ഘാതിനി എന്ന വേൽ പുറത്തെടുത്തു. ഈ വേൽ ആരുടെ നേരെ എറിയപ്പെടുന്നുവോ ആ വ്യക്തി കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അർജുനനെ കൊല്ലാനായി കർണൻ കരുതി വെച്ചിരിക്കുകയായിരുന്നു ആ വേൽ. കർണൻ അത് ഗത്യന്തരമില്ലാതെ ഘടോൽകചന് നേരെ പ്രയോഗിക്കേണ്ടി വന്നു. ഘടോൽകചൻ കൊല്ലപ്പെടുകയും ചെയ്തു. തന്റെ അവസാന നിമിഷത്തിലും പാണ്ഡവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ ഘടോൽകചന് തന്റെ ശരീരം പർവ്വതം പോലെയാക്കി. ആകാശത്തു നിന്നും ഭൂമിയിൽ പതിച്ച ഭീമപുത്രന്റെ ശരീരം കാരണം ദുര്യോധനന്റെ ഒരുപാട് സൈന്യാംഗങ്ങൾ മരിച്ചു വീണു. യുദ്ധത്തിന്റെ 17-ാം ദിവസമാണ് കർണനും അർജുനനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇത് കർണന്റെ അവസാനത്തെ യുദ്ധമായിരുന്നു. അവസാന യുദ്ധത്തിൽ കർണൻ ഏറ്റ ശാപങ്ങളെല്ലാം ഒത്തുവന്നു. എന്നിരുന്നാലും കർണൻ ധീരമായി പോരാടുന്നുണ്ട്. കർണന്റെ സർപ്പമുഖ ബാണത്തിൽ നിന്നും തലനാഴിരയ്ക്കാണ് കൃഷ്ണൻ അർജുനനെ രക്ഷിക്കുന്നത്. കർണൻ അർജുനന്റെ വില്ലിന്റെ ഞാൻ പലതവണ ഭേദിച്ചു. യുദ്ധം മുറുകിയപ്പോൾ അസ്ത്രങ്ങളുടെ ശക്തിയാൽ അർജുനൻ ഓരോ തവണയും കർണന്റെ രഥത്തെ 10 ചൂടുകൾ പിന്നോട്ട് തള്ളി. പക്ഷേ കർണന് അർജുനന്റെ രഥത്തെ 2 ചൂടുകൾ മാത്രമേ പിന്നോട്ട് തള്ളാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനെ പ്രശംസിച്ചു. താൻ കർണന്റെ രഥത്തെ 10 ചൂടുകൾ പിന്നോട്ട് തള്ളുന്നുണ്ടെന്നും എന്നാൽ കർണന് തങ്ങളുടെ രഥത്തെ വെറും 2 ചുവടുകൾ മാത്രമേ പിന്നോട്ട് തള്ളാൻ സാധിക്കുന്നുള്ളൂ എന്നും അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. എന്നിട്ടും എന്തിനാണ് അങ്ങ് കർണനെ പ്രശംസിക്കുന്നതെന്ന് ചോദിച്ചു. കൃഷ്ണന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു മനുഷ്യന് താനിരിക്കുന്ന രഥത്തെ പിന്നോട്ട് തള്ളുക എന്നത് അസാധ്യമാണ്. എന്തെന്നാൽ അർജുനന്റെ രഥത്തിൽ കൃഷ്ണനും ഹനുമാനും ഒപ്പം ശേഷനാഗവുമുണ്ട്, അതായത് ആദിശേഷൻ. കൃഷ്ണൻ അർജുനന്റെ തേരാളിയായും പതാകയിൽ ഹനുമാനും ചക്രങ്ങളിൽ ആദിശേഷനുമാണുള്ളത്. അതിനാൽ ആ രഥം ഒരു മനുഷ്യനെ കൊണ്ട് ഒരടി പിന്നോട്ട് തള്ളുക എന്നതുപോലും അസാധ്യമായിരുന്നു. അപ്പോഴാണ് മുൻപ് ലഭിച്ച ബ്രാഹ്മണ ശാപത്താൽ കർണന്റെ രഥത്തിന്റെ ചക്രങ്ങൾ ചെളിയിൽ താണു പോകുന്നത്. കർണന്റെ രഥത്തിന്റെ ചക്രങ്ങൾ ഭൂമിയിൽ ആണ്ടുപോകട്ടെ എന്നും ഭൂമിദേവിയും കർണനെ ശപിച്ചതായി പറയപ്പെടുന്നുണ്ട്. യുദ്ധത്തിന്റെ മര്യാദ പ്രകാരം ചെളിയിൽ പുതുന്ന ചക്രങ്ങൾ വീണ്ടെടുക്കുന്നത് വരെ യുദ്ധം നിർത്തിവെക്കാൻ അർജുനനോട് കർണൻ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ അഭിമന്യുവിനു നേരെ നടന്ന ആക്രമണത്തിൽ കർണൻ യുദ്ധമര്യാദകൾ പാലിച്ചിരുന്നില്ല എന്നും ദ്രൗപദിക്ക് നേരെ നടന്ന അപമാനവും കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കേട്ട അർജുനൻ യുദ്ധം തുടരാൻ തീരുമാനിക്കുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കർണൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരശുരാമന്റെ ശാപം കാരണം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കർണൻ ആ നിമിഷം മറന്നു പോകുന്നു. ഏകപുരുഷഘാതിനി എന്ന അവയിൽ ഘടോത്കചന് നേരെ ഉപയോഗിച്ചതിനാൽ അദ്ദേഹത്തിന്റെ കൈവശം അതുണ്ടായിരുന്നതുമില്ല. കർണൻ രഥമുയർത്താൻ ശ്രമിക്കുന്നതിനിടെ അർജുനൻ കർണനെ ആക്രമിക്കുന്നു. കർണൻ ആ അവസ്ഥയിലും ആക്രമണത്തെ സ്വയം പ്രതിരോധിച്ചു. രുദ്രാസ്ത്രം അർജുനന് നേരെ പ്രയോഗിക്കുന്നു. രുദ്രാസ്ത്രം നെഞ്ചിലേറ്റ് ഗാണ്ഡീവത്തിലെ പിടിവിട്ട അർജുനൻ മയങ്ങി തേർത്തട്ടിൽ വീഴുന്നു. ഗാണ്ഡീവം അർജുനന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. യുദ്ധ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർണൻ അബോധാവസ്ഥയിലായ അർജുനനെ കൊല്ലാൻ ശ്രമിച്ചില്ല. പകരം തന്റെ രഥത്തിന്റെ ചക്രങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീകൃഷ്ണൻ അർജുനനെ സുഖം പ്രാപിപ്പിച്ചു. അദ്ദേഹം അർജുനനെ ഉണർത്തി. ആഞ്ജലിക അസ്ത്രം കർണന് നേരെ തൊടുക്കാൻ അർജുനൻ തുനിഞ്ഞു. ആഞ്ജലിക അസ്ത്രം കർണന്റെ തലയർത്തു. ആയുധമില്ലാത്തൊരു യോദ്ധാവിനെ ആക്രമിക്കുകയോ പിന്നിൽ നിന്ന് ശത്രുവിനെ ആക്രമിക്കുകയോ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരുന്നെങ്കിലും അർജുനൻ പിന്നിൽ നിന്ന് കർണനെ ആക്രമിച്ച് കൃഷ്ണൻ നിർദ്ദേശിച്ചതുപോലെ കൊലപ്പെടുത്തി. 3 ശാപങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കർണനെ കൊല്ലാൻ കഴിയൂ എന്ന് കൃഷ്ണന് മനസ്സിലായിരുന്നു.
ഈ അവസരം കർണനെ കൊല്ലാൻ കൃഷ്ണൻ വിനിയോഗിച്ചു. എന്നാൽ വ്യാസമഹാഭാരതത്തിലല്ലാതെ ഇതിഹാസത്തിന്റെ മറ്റു ചില പതിപ്പുകളിൽ ആയുധമില്ലാത്ത കർണന് മേൽ ആഞ്ജലികാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടും കർണൻ മരിച്ചില്ല. കർണൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് കൃഷ്ണൻ കണ്ടെത്തി. ധർമ്മത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിയായ ധർമ്മദേവത കർണനെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അർജുനൻ അയച്ച എല്ലാ അമ്പുകളെയും ചെറുക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃഷ്ണൻ കണ്ടെത്തി. കർണൻ തന്റെ ജീവിതകാലത്ത് ദാനം ചെയ്തതുകൊണ്ട് നേടിയ മഹത്തായ പുണ്യം കാരണം ധർമ്മദേവത കർണനെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടെന്ന് കൃഷ്ണൻ അർജുനനോട് വിശദീകരിച്ചു. ധർമ്മം എവിടെയാണോ അവിടെ വിജയമുണ്ടെന്നും ഇത്തവണ ധർമ്മം കർണന്റെ പക്ഷത്താണെന്നും കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അങ്ങനെ കൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങി ഒരു ബ്രാഹ്മണനായി വേഷം ധരിച്ച് കർണന്റെ പുണ്യം ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. കർണൻ തന്റെ മുഴുവൻ പുണ്യങ്ങളും രക്തത്തിന്റെ രൂപത്തിൽ ബ്രാഹ്മണന് ദാനം ചെയ്തു. അങ്ങനെ കർണൻ തന്റെ ജീവിത യോഗ്യത ബ്രാഹ്മണന് സമ്മാനിച്ചപ്പോൾ കൃഷ്ണൻ തന്റെ വിശ്വരൂപത്തിൽ കർണന് ദർശനം നൽകിയെന്നും ഈ പതിപ്പുകൾ പറയുന്നു. അങ്ങനെ കർണൻ തന്റെ ജീവിത യോഗ്യത ഭഗവാന് നൽകിയപ്പോൾ ധർമ്മദേവത അപ്രത്യക്ഷയായി. മരണത്തിന് മുമ്പ് മറ്റാരുമില്ലാത്തൊരു കന്യകാഭൂമിയിൽ തന്നെ ദഹിപ്പിക്കണമെന്ന് കർണൻ കൃഷ്ണനോട് ആവശ്യപ്പെട്ടു എന്നും കൃഷ്ണൻ തന്റെ രഥത്തിലേക്ക് തിരികെ പോയി കർണന് മേൽ അസ്ത്രമെയ്യാൻ അർജുനനോട് കൽപ്പിച്ചു എന്നുമാണ് ഒരു കഥ. ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ധർമ്മം ആരുടെ പക്ഷത്തായിരുന്നു? അർജുനൻ ചതിച്ചുകൊണ്ട് മാത്രമാണോ കർണനെ കൊലപ്പെടുത്തിയത്? കർണൻ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കാത്ത ആളായിരുന്നു. മഹാഭാരതത്തിന്റെ ചില പതിപ്പുകളിൽ കർണൻ കൃഷ്ണനോടായി ചോദിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. ജനന സമയം തന്നെ സ്വന്തം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട് ആരാലോ എടുത്തു വളർത്തപ്പെട്ട് കൊടിയ ജാതീയ അപമാനവും എന്തിന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത പോലും നിഷേധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അത്രയ്ക്കും വലിയ പാപം എന്താണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട് കർണൻ. എന്നാൽ അപ്പോഴും അധർമ്മം പ്രവർത്തിക്കാനുള്ള ഒരു അടിസ്ഥാനമായി താൻ അനുഭവിച്ചതൊന്നും കണക്കാക്കേണ്ടതില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. കൃഷ്ണൻ തന്റെ കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താനും ജന്മസ്ഥലത്ത് നിന്ന് സ്വന്തം മാതാവിൽ നിന്ന് വേർപെട്ട് ജീവിച്ചവനാണ്. എന്നാലും കൊടിയ അധർമ്മങ്ങളൊന്നും താനും ചെയ്തിട്ടില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന അധർമ്മങ്ങൾ താൻ ജനിച്ചതോ ജീവിച്ചതോ ആയ സാഹചര്യങ്ങൾ കൊണ്ട് ന്യായീകരണം നടത്താൻ ആവില്ല എന്നാണ് കൃഷ്ണൻ കർണനോടായി പറയുന്നത്. കർണനും തീർച്ചയായും അധർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചക്രവ്യൂഹത്തിൽ അഭിമന്യു കൊല്ലപ്പെടുമ്പോഴും രാജസദസ്സിൽ ദ്രൗപദിക്ക് അപമാനം നേരിടുമ്പോഴുമൊക്കെ കർണൻ ദുര്യോധനാദികളുടെ കൂട്ടാളി തന്നെയായിരുന്നു. ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക കഥകളിലും ദ്രൗപദി സ്വയംവരത്തിന് പങ്കെടുത്ത കർണനെ ദ്രൗപദി ജാതി പറഞ്ഞ് അപമാനിക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ വ്യാസമഹാഭാരതത്തിൽ എവിടെയും അങ്ങനൊരു കഥ പറയുന്നില്ല.